إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മുൻകഴിഞ്ഞ ഖുത്ബകളിലൂടെ സബ്ഉൽ മൂബിഖാത്തിൽപ്പെട്ട പാപങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال اجتنبوا السبع الموبقات اجتنبوا السبع الموبقات ഏഴ് വിനാശകാരികളായ പാപങ്ങളെ സത്യവിശ്വാസികളെ നിങ്ങൾ വെടിയണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയിട്ടുണ്ട്. ഒന്നാമതായി അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. വസ്സിഹ്റു, രണ്ടാമത്തേത് മാരണമാണ്. വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അനർഹമായി അന്യായമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവൻ നൽകിയ ഒരു മനുഷ്യൻ്റെ ജീവൻ ഹനിക്കുക അഥവാ കൊലപാതകം എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമായിട്ടുള്ളത്. വഅക്ലുർ റിബ, നാലാമത്തേത് പലിശ ഭുജിക്കലാണ്. വഅക്ലു മാലിൽ യതീം, അനാഥകളുടെ സമ്പത്ത് അനർഹമായി ഭുജിക്കുകയും അനാഥകളുടെ സമ്പത്ത് അപഹരിക്കുകയും ചെയ്യലാണ് അഞ്ചാമത്തേത്. ആറാമതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഗൗരവപരമായ പാപം അത്തവല്ലി യൗമസ്സഹ്ഫ്, യുദ്ധരംഗത്ത് നിന്ന് ഒരാൾ പിന്തിരിഞ്ഞോടുകയെന്നുള്ളതാണ്. ജനങ്ങളുടെ ആത്മാവിനും ജീവനും അവരുടെ സമ്പത്തിനും അവരുടെ വിശ്വാസത്തിനുമൊക്കെ കാവൽ നിൽക്കാൻ വേണ്ടി ചുമതലയേൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരായ ഭടന്മാർ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ആ യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞോടുകയെന്നുള്ളത് അങ്ങേയറ്റം ഗുരുതരമായ പാപമായാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം അത് ആളുകളുടെ ജീവനും അവരുടെ സമ്പത്തിനും അവരുടെ വിശ്വാസത്തിനുമൊക്കെ ഹാനി വരുത്തുന്നതായ കാര്യമാണ്. മാത്രമല്ല സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം
അവർ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്ഥൈര്യത്തോടുകൂടി നിലകൊള്ളുന്നവരായിരിക്കുമെന്നും അള്ളാഹുവിൻ്റെ സഹായത്തിനു വേണ്ടിയും അള്ളാഹുവിൽ നിന്നുള്ള സ്ഥൈര്യത്തിനു വേണ്ടിയും അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. ഇതാ മുഴുവൻ ആളുകളും നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി വരുന്നുണ്ട് എന്നും അവരെ നിങ്ങൾ ഭയപ്പെടണമെന്നും വിശ്വാസികളോട് പറയപ്പെട്ടാൽ അവർ ഉറച്ചു നിൽക്കുകയും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇപ്രകാരം പറയുകയും ചെയ്യും, ഖാലു ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അല്ലാഹു എത്ര ഉന്നതനത്രേ. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലമ്മാ ബറസൂ ലിജാലൂത വജുനൂദിഹി ഖാലൂ റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റൻ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. താലൂത്തും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളും ജാലൂത്തിന്റെ മുന്നിൽ യുദ്ധസമാനമായ സാഹചര്യത്തിൽപ്പെട്ടപ്പോൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചു, ഖാലു റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ. അല്ലാഹുവേ, ക്ഷമിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. വസബ്ബിത് അഖ്ദാമനാ, ഞങ്ങളുടെ കാലുകളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ അക്രമകാരികളായ ഒരു സമൂഹത്തോടുള്ള നീതിയുടെ ഈ പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണമേ എന്നവർ പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നീതിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും നിലകൊള്ളുന്നതായ ഒരു യുദ്ധത്തിൽ ഒരിക്കലും തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ പിറകോട്ട് പിന്തിരിഞ്ഞോടുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അങ്ങനെ പിന്തിരിഞ്ഞോടുകയെന്നുള്ളത് ഗുരുതരമായ വൻ പാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. ഏഴാമത്തെ പാപമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ഖദ്ഫുൽ മുഅ്മിനാത്തിൽ മുഹ്സനാത്ത്, ഖദ്ഫുൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്. പതിവ്രതകളായ തിന്മയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത, അങ്ങേയറ്റം സൂക്ഷ്മതയോട് കൂടി ജീവിക്കുന്നവരായ മുഅ്മിനാത്തുകളെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുകയെന്നുള്ളത് ഗുരുതരമായ വൻ പാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാതി ലുഇനൂ ഫിദ്ദുനിയാ വൽ ആഖിറഹ വലഹും അദാബുൻ അദീം. തീർച്ചയായും പതിവ്രതകളായ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസിനികളെക്കുറിച്ച്, തിന്മകളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുന്നവരാരോ ദുനിയാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലഅനത്തിന്, ശാപത്തിന് ഇരയായവരാണവർ. ഏതെങ്കിലുമൊക്കെ ആളുകൾ പറയുന്ന അപവാദങ്ങൾ കേട്ട് ഏറ്റെടുത്ത് പറയുന്ന ആളുകൾ ഒരുപക്ഷെ അതിൻ്റെ ഗൗരവം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലുഇനു, അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അവർ ശപിക്കുമെന്നല്ല, മറിച്ച് അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തീർന്നില്ല, വലഹും അദാബുൻ അദീം, അതിഗുരുതരമായ കഠിനമായ ശിക്ഷ അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. ഇതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ ഖദഫ മംലൂകഹു ബിസ്സിനാ ഉഖീമ അലൈഹിൽ ഹദ്ദു യൗമൽ ഖിയാമത്തി ഇല്ലാ അൻ യകൂന കമാ ഖാൽ. തൻ്റെ ഭൃത്യയെക്കുറിച്ച്, വേലക്കാരിയെക്കുറിച്ച് ഒരു യജമാനനായ മനുഷ്യൻ ഒരു അപവാദം പറഞ്ഞുവെങ്കിൽ പോലും നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ അപവാദത്തിനുള്ള ശിക്ഷ, ഹദ് നടപ്പാക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, ഇല്ലാ അൻ യകൂന കമാ ഖാൽ, അവൻ പറഞ്ഞത് പ്രകാരം
അല്ല കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കൽ ആ ശിക്ഷ അവൻ ഏറ്റുവാങ്ങുക തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് കൃത്യമായ സാക്ഷികൾ ഉണ്ടെങ്കിലേ കണ്ടവൻ പോലും അത് പറയാവൂ എന്ന് പരിശുദ്ധ ഇസ്ലാമിൽ നിയമമുള്ളത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ വേളയിൽ സത്യവിശ്വാസികളെ മുൻനിർത്തിക്കൊണ്ട് പറയുകയുണ്ടായി, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ഷഹ്രിക്കും ഹാദാ. നിങ്ങളുടെ ഈ മാസത്തിന്റെ പവിത്രത പോലെ ദുൽഹിജ്ജ മാസത്തിലാണ് പറയുന്നത്. ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ അറഫാ ദിനത്തിലാണ് ആ പ്രസംഗം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിസംബോധനം ചെയ്യുന്നത്. ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ നിങ്ങളുടെ സമ്പത്തും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിമാനവും അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നും നിങ്ങൾക്കിടയിൽ പരസ്പരം അവ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരാളും മറ്റൊരുത്തന്റെ അഭിമാനം ഹനിക്കരുതേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്രകാരം അപവാദം പറയുന്നവർക്ക് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുന്നത്, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അവരുടെ നാവ്, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും, സ്വന്തം നാവ് അവർക്കെതിരിൽ സാക്ഷി പറയുന്ന ദിവസം, അവരുടെ കൈകൾ അവർക്കെതിരിൽ സാക്ഷി പറയുന്ന ദിവസം, അവരുടെ കാലുകൾ അവർക്കെതിരിൽ സാക്ഷി പറയുന്ന ദിവസം, അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിവാക്കുക തന്നെ ചെയ്യും. ആ ദിവസത്തിൽ അതികഠിനമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഗുരുതരമായ ഈ വൻപാപങ്ങളെ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കുക. സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ ഒരിക്കലും അവൻ്റെ നാവ് കൊണ്ട് മറ്റൊരാളെക്കുറിച്ച് അപവാദങ്ങൾ പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. اللهم സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന യർമൂനൽ മുഹ്സനാത്ത് ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. ആരാണോ സത്യവിശ്വാസിനികളായ സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുന്നത്, അതിനവർ 4 നേരിൽ കണ്ട സാക്ഷികളെ ഹാജരാക്കണം. ആ 4 സാക്ഷികളെ ഹാജരാക്കാൻ അവർക്ക് സാധിക്കാതിരുന്നാൽ 3 സാക്ഷികളെ ഹാജരാക്കിയിട്ടും കാര്യമില്ല. 4 സാക്ഷികളെ ഹാജരാക്കിയില്ലെങ്കിൽ ഫജ്ലിദൂഹും, അവർക്കാണ് നിങ്ങൾ ശിക്ഷ കൊടുക്കേണ്ടത്. 80 ജൽദ, 80 തവണ അവരെ പരസ്യമായി അടിക്കണം, അവർക്ക് അടിശിക്ഷയായി നൽകണം. വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദ, പിന്നീട് ഒരിക്കലും അവരുടെ സാക്ഷ്യം കോടതിയിൽ സാക്ഷ്യമായി സ്വീകരിക്കുകയുമില്ല. വഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ ഫാസിഖീങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് തിട്ടപ്പെടുത്തപ്പെടുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവരുടെ സാക്ഷ്യം പോലും കോടതിയിൽ സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അത്രമാത്രം ഗുരുതരമായ കാര്യമാണ്. ഒരു സ്ത്രീയെക്കുറിച്ചോ ഇനിയൊരു പുരുഷനെക്കുറിച്ചോ ആരെക്കുറിച്ചാണെങ്കിലും, സ്ത്രീയെക്കുറിച്ചാണെങ്കിൽ അതിൻ്റെ ഗൗരവം കൂടുതലാണ്. രണ്ടാണെങ്കിലും അപവാദങ്ങൾ പറയുക എന്നുള്ളത് വളരെ ഗുരുതരമായ പാപമാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് അപവാദം പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ടാണ് സ്ത്രീകളെക്കുറിച്ച് അപവാദം പറയുന്നതിനെ സംബന്ധിച്ച് ആ ഭാഗത്ത് പരാമർശിക്കപ്പെട്ടത്. അതുകൊണ്ട് അത് വളരെ ഗുരുതരമായ പാപമാണ്. ഒരു അപവാദ പ്രചരണത്തിലും
ഒരു മുഅ്മിനായ മനുഷ്യൻ ഭാഗവാക്കാകാൻ പാടില്ല. വലൗലാ ഇദ് സമിഅ്തുമൂഹു ظنَّ المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. ഒരു അപവാദം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് സത്യവിശ്വാസികളെക്കുറിച്ച് നിങ്ങൾ നല്ലത് ചിന്തിക്കുകയും മോശമായ ചിന്ത ഒഴിവാക്കുകയും ഇങ്ങനെയൊന്നില്ല, അതൊരു കളവാണ്, ഞാനതിൽ വിശ്വസിക്കുന്നില്ല എന്നവർ പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി മുത്തഖീങ്ങളായി സംശുദ്ധമായ ജീവിതം നയിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا يا رب العالمين. اللهم اجمع كلمتهم ووحد صفوفهم وسدد رميهم واشف مرضاهم وداوي جرحاهم وتقبل شهداءهم برحمتك يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين. آمين آمين برحمتك يا أرحم الراحمين. وأقم الصلاة.